ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് സീസൺ. അങ്ങനെ ഷോർട്ടിനെ വെച്ച് ഒരു ബേസിക് സർക്യൂട്ട് ഉണ്ടാക്കാൻ നോക്കാണ്. മുമ്പ് ഷോർട്ട് സർക്യൂട്ടാണ്, പക്ഷെ നമ്മൾ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഡിസോൾട്ട് ചെയ്ത് റെഡിയാക്കാനാണ്. ഫാനൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ ചൂടെടുത്തില്ലാണ്ടാവും. നമുക്ക് വേണ്ടിയില്ലേ ചെയ്യാൻ വെച്ചു. അപ്പൊ തുടങ്ങാം. കുറച്ച് ഗൈസ് ഞാനിവിടെ സോൾഡർ ചെയ്യുന്നത് എടുത്തിട്ടില്ല. ഞാനിപ്പോൾ സോൾഡർ ചെയ്യുന്നത് കാണിച്ചു. നമ്മുടെ കയ്യിലുള്ള ഒരു വയറെടുത്ത് അതിന് 2 വയർ സെത്തിയെടുക്കുന്നതാണ്. എന്നിട്ട് അത് വെച്ച് സോൾഡർ ചെയ്ത് കാണിക്കണം. ഇത് 1 മണിക്കൂർ സംതിങ് ഉണ്ടായിരുന്നതാണ്. ഞാൻ ഷോർട്ട് ആക്കിയിട്ട് 10-12 മിനിറ്റ് ആക്കിയതാണ്. അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. സോറി ഫോർ ദാറ്റ്. നിങ്ങൾ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുക. വീഡിയോ ക്വാളിറ്റിക്ക് അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ അത് എടുത്തെത്തിയെടുക്കുകയാണ്. ഞാൻ മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് ചെയ്തേക്കണം. അപ്പോൾ ലാഗ് വരാൻ പാടില്ല, നിങ്ങൾക്ക് ബോറടിക്കാനും പാടില്ല. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഓഡിയോയ്ക്ക് നല്ല സൗണ്ട് വ്യത്യാസം വരും. മാക്സിമം കൂട്ടാൻ ശ്രമിക്കാം. അവിടെ നമ്മൾ 3 പിൻ വയറുന്ന് വയറെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അവൻ കാർഡ്ബോർഡ് വെച്ച് കട്ട് ചെയ്ത് കാർഡ്ബോർഡ് ഉണ്ട്. പിന്നെ ജെത്തിയെടുത്തു നമുക്കത് കിട്ടി. എൻ്റെ ആവശ്യത്തിനുള്ള അളവാക്കി ഇവിടെ പിന്നെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന TP4056 ലിഥിയം അയോൺ ബാറ്ററി ചാർജർ 2 ആംപിയർ 3.7 വോൾട്ട് ടു 5 വോൾട്ട് 3.7 ടു 30 വോൾട്ട് സംതിങ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇവിടെ സൈഡിലായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാമല്ലോ. എൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനത്തെ ഒരു സാധനമാണ്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഒരു നെസസറി ടൂളാണ്. നെസസറി സർക്യൂട്ടാണ് എല്ലാ വർക്ക്ഷോപ്പിലും വേണ്ടത്. ഭയങ്കര യൂസേഴ്സാണ്. നിങ്ങൾക്ക് സർക്യൂട്ട് വലിയ വോൾട്ടേജ് കൊടുക്കാം. അത് 2 ആംപിയർ വരെ ഉണ്ട്. നല്ല സാധനമാണ്. അങ്ങനെ ഔട്ട്പുട്ട് ഞാൻ ചെയ്യണ സോൾഡറിങ് നിങ്ങൾ നോക്കണ്ട. 30 വോൾട്ട് സോൾഡറിങ് ആണ്. അതാണത്തെ സമയമൊക്കെ എടുത്തത്. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഇങ്ങനത്തെ കുറച്ച് ടൂൾസ് കിട്ടിയിട്ട് സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യണതാണ്. അല്ലാണ്ട് കോഴ്സിന് പോയിട്ടല്ല. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നല്ല സർക്യൂട്ടൊക്കെ ഞാൻ മാക്സിമം ശ്രമിക്കും. നമ്മൾ റെഡ് ബ്ലാക്ക് സോൾഡർ ചെയ്തു. ബാറ്ററീൻ്റെ പോസിറ്റീവ് നെഗറ്റീവും അതിൻ്റെ ആവശ്യത്തിനുള്ള അളവെടുത്ത് ഞാൻ നോക്കണം. അതിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്യണം. അതേപോലെ ഔട്ട്പുട്ട് സോൾഡർ ചെയ്യണം. ഇതിൽ ഇൻപുട്ട് 5 വോൾട്ടാണ്. ബാറ്ററിയുടെ അവിടെ 3.7 വോൾട്ട് 18650 ബാറ്ററി. ഔട്ട്പുട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത് തുടക്കത്തിൽ തമ്മിൽ കണ്ട പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം കാണിക്കണം. ഇത് കട്ട് ചെയ്ത് അളവെടുത്തു. ഞാൻ അടുത്ത റെഡും ബ്ലാക്ക് സോൾഡർ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും അത് വോയിസ് ഓവറല്ലേ ഗൈസ്? ഇതിൽ റെഡും ബ്ലൂ ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. ആ ചാർജ് ചെയ്യുന്ന സമയത്ത് കാണുള്ളൂ. അതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചില്ല പറയണ്ട. റെഡും ബ്ലൂ ഉണ്ട് ഇൻഡിക്കേറ്റർ. ആ ചാർജ് ചെയ്യുന്ന സമയത്ത് മറ്റേ സാധാ ബോർഡിൻ്റെയാണ്. നമ്മൾ റെഡ് ബ്ലാക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചെത്തി എടുക്കാണ്. അതിന് നമ്മൾ ഈ ബാറ്ററി സോൾഡർ ചെയ്യണം. 18650 ലിഥിയം ബാറ്ററി. ഇവിടെ എത്ര MAH എടുത്തെന്ന് എനിക്കിനെ അറിയില്ല. എത്ര എടുത്തിട്ടുണ്ട് ഞാൻ അവസാനം തമ്മിൽ ഉൾപ്പെടുത്താം. അത് സോൾഡർ ചെയ്യണം. ഫസ്റ്റ് നോക്കി എൻ്റെ ബാറ്ററി സ്വിച്ച് ചെയ്ത് സോൾഡർ ചെയ്യാൻ പറ്റുന്ന ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മോൾ ഭാഗത്ത് നല്ലോണം ഉരയ്ക്കണം. നല്ല സോൾഡറിങ്ങൊക്കെ പിടിക്കുള്ളൂ. ഇതിൽ ഞാൻ ഉരച്ചിട്ടുണ്ടായില്ല. വേറൊരു നല്ല ഉരച്ച ബാറ്ററി ഉണ്ടായിരുന്നു. ഞാൻ എന്തെടുത്ത് അതിൽ സോൾഡർ ചെയ്തു. ഇങ്ങനെ കാണിക്കുന്നുള്ള അതിൻ്റെ ബാറ്ററി മാറ്റിയിട്ട് അതിൽ സോൾഡർ ചെയ്തു. ഞാനിത് ഉൾപ്പെടുത്തിയത് ഇത് ചെയ്യുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉരയ്ക്കേണ്ടത്. നല്ലോണം ഉരയ്ക്കണം. അത് സ്ക്രാച്ച് വരെ ഇതിലായാലും സോൾഡറിങ്ങൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് വേണ്ടവരെ അങ്ങനെ ചെയ്യണം. നമ്മൾ ഉരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേഗം സോൾഡറിങ് പിടിക്കുന്ന നോക്കിക്കോട്ടോ. അപ്പോൾ ഇത് 8 മിനിറ്റ് സംതിങ് ആണുള്ളത്. അപ്പോൾ അതിന് ഞാൻ പുറകിൽ 1 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മിനിമം ഞാൻ ചെറുതാക്കി എടുത്തു. 1 മണിക്കൂറിന് 8 മിനിറ്റ് ചില്ലറ പാടല്ല. നല്ല സമയം എടുത്തു.
അപ്പോൾ അതിൻ്റെ എല്ലാ കുറവുകളുണ്ട്, അതിനെ ക്ഷമിക്കുന്നു. നിങ്ങൾ അതൊക്കെ വെച്ച് വീഡിയോ കാണാം, ഇത് ഹിറ്റാക്കാം. ഞാനിതിൽ മൈക്ക് കണ്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും ബാക്ക്ഗ്രൗണ്ട് വോയിസ് എടുക്കും. അല്ല അത്ര പ്രൊഫഷണൽ മൈക്കല്ല, അപ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ റെഡ് വയർസ് ഓർഡർ ചെയ്തു, ബ്ലാക്ക് കളേഴ്സ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർഡർ ചെയ്യാൻ അത്ര പ്രൊഫഷണൽ അല്ല, എനിക്കറിയാവുന്ന പോലെ ഓർഡർ ചെയ്ത് പോകുന്നു. നീ ഗണ്ണിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, എനിക്ക് വേറെ മേടിക്കുന്നുണ്ട്, അപ്പോൾ അത് മാറ്റണം. നമ്മൾ ഓർഡറിങ് സെറ്റായി, ഞങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുന്നത് കറക്റ്റ് പിടിച്ചെന്നൊക്കെ. നമുക്കിനി വോൾട്ടേജ് ചെക്ക് ചെയ്യലും സ്ട്രൈപ്പ് ചെയ്യലൊക്കെ തുടങ്ങാം. നമ്മൾ അതിന് തന്നെ ബാറ്ററിയുടെ കണക്ട് ചെയ്തു, പിന്നെ ഔട്ട്പുട്ട് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് സ്ട്രൈപ്പ് ചെയ്ത് നമ്മുടെ വോൾട്ടേജ് അഥവാ മൾട്ടിമീറ്ററിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ മെഷറാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഏകദേശം എന്താ പറയും, എനിക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹാർഡ് വർക്ക്. സ്ട്രൈപ്പ് ചെയ്തു 1 മണിക്കൂറത്തെ ശേഷമുള്ള ഇതാണ്. എനിക്ക് കാണുമ്പോൾ സിമ്പിളായി തോന്നിയാലും ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നിങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യും. ഇതെൻ്റെ വോയിസ് വെക്കുന്നുണ്ടാ, ഇത് ഓരോ സീക്വൻസ് 1 മണിക്കൂറിൻ്റെ വോയിസിൽ നിന്ന് ചെറിയ ചെറിയ ക്ലിപ്പ് പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ പക്ക ക്ലിയറായി വരുന്നതാണ്. നമ്മൾ കണക്ട് ചെയ്തു, ഇനി വോൾട്ട് റെഡിയാക്കി. ഞാനത് സ്ലോ അല്ല ചെയ്യണം, എനിക്ക് ഫസ്റ്റ് ചെയ്യണം, പക്ഷേ വീഡിയോ കാണുമ്പോൾ സ്ലോ അല്ല. ഞാൻ ടൈം ലാപ്സ് ഒക്കെ എടുത്ത് അതിൻ്റെ രീതി മാറിയില്ലെങ്കിൽ മനുഷ്യമാകും, അതാണ് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തു, എന്നൊക്കെ റീഡിങ് എടുക്കാം. പോസിറ്റീവ് നെഗറ്റീവ് ഫസ്റ്റിനെ കണക്ട് ചെയ്തതാണ്, കറക്റ്റ് ബോൾഡായി നിൽക്കണ രീതിയിലാണ് കുറച്ച് ഡിലേ വന്നു. അങ്ങനെ ആ കണക്ഷൻ റെഡി. നമ്മുടെ വോൾട്ട് മീറ്റർ എടുത്ത് റീഡിങ് നോക്കാം. ഞാനിപ്പോൾ 20 വോൾട്ടിലിട്ടു DC. അപ്പോൾ ഇതിൽ 520 ഉണ്ട്. ഞാൻ നോബ് തിരിക്കാനനുസരിച്ച് മാറണുണ്ടാവും. റൈറ്റ് തിരിച്ചാൽ കൂടുതൽ, ലെഫ്റ്റ് തിരിച്ചാൽ കുറയും. ചിലപ്പോൾ മാറി വരും കേട്ടോ, ഒരു സൗണ്ട് വരാം. ഞാൻ ഇതിനൊന്നും പറയണില്ല, നിങ്ങൾ തന്നെ കേട്ടോ.